അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ല. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയുടെ മനോഹരമായ അനുഭവങ്ങളെ കോർത്തിണക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്ന വളരെ പ്രത്യേകമായ പരിപാടിയാണല്ലോ ദൃശ്യം. കഴിഞ്ഞ ദൃശ്യം എപ്പിസോഡുകളിലൂടെ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഞാൻ വി ടി അബ്ദുൽ സലാം, അതുപോലെ തന്നെ നസറുല്ലാ സലാഹിയും കൂടെയുണ്ട്. നസറുല്ലാ സലാഹി, അപ്പോൾ നമ്മൾ മുമ്പ് നടത്തിയിട്ടുള്ളൊരു പഴയ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ഒരുപാട് പലരും കേട്ടിട്ടുണ്ടാവും. അതെ, ഇന്ന് നമ്മളൊരു പുതിയ യാത്രയിലേക്കാണ് പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ കഴിഞ്ഞ യാത്രയിലെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ അതിന് പറയാം. നമ്മുടെ സുഹൃത്തിൻ്റെ ബീഹാർ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു യാത്രയാണ്. യാത്രയുടെ ഒരു മനോഹാരിത അവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ യാത്രക്ക് നമ്മൾ പോയ 4 ആളും ഈ യാത്രക്കും നമുക്ക് കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അതങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞതിൽ നമ്മൾ ട്രെയിനിലായിരുന്നു യാത്ര പോയിരുന്നത്. അപ്പോൾ അങ്ങോട്ടൊരു 3 ദിവസം, തിരിച്ചിങ്ങോട്ടൊരു 3 ദിവസം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ട്. പിന്നെ പോയടുത്തൊക്കെ തന്നെയാണ് പിന്നെയും പോണത് എന്നതിൻ്റെയൊക്കെ ഒരു നമ്മൾ മൊത്തത്തിലൊരു അതിൻ്റേതായിട്ടുള്ളൊരു മുഷിപ്പ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. സമയത്തിൻ്റെ പ്രശ്നം, നമ്മളെ ലീവും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ പോകാൻ തീരുമാനിച്ചത്. അതെ, ഫ്ലൈറ്റിന് ആലോചിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഏകദേശം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു നമ്മൾ വിചാരിച്ച റേറ്റിൽ. അഥവാ ട്രെയിൻ ടിക്കറ്റിൻ്റെ പുറമെ നമ്മുടെ 3 ദിവസത്തെ യാത്രയുടെ ആ ചിലവിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരൊറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ അവിടെ എത്തുന്ന രൂപത്തിൽ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് കിട്ടും. അഥവാ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ 4-ന് നമ്മൾ യാത്ര. അതെ, നമ്മൾ കൊച്ചിയിൽ നിന്നാണ് കയറുന്നത്. കൊച്ചിയിൽ നിന്ന് അവിടെ നമ്മൾ എത്തുമ്പോഴത്തന്നെ നമുക്ക് യാത്രക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു 5 മിനിറ്റ് മുമ്പേ ഇറങ്ങണം എന്ന് പറയില്ലേ. പക്ഷെ നമ്മളിവിടുന്ന് രാവിലത്തെ വണ്ടിക്ക് ഇവിടുന്ന് പോയി. പക്ഷേ അവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ആലുവ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടുന്ന് പിന്നെ വണ്ടി വിളിച്ച് പോകേണ്ടി വന്നു. ചെറിയൊരു ലാഗിങ്, എന്തൊക്കെ ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ ടൈം കിട്ടിയില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. രാവിലെ നമ്മൾ വണ്ടി കയറുന്നതിന് മുമ്പേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേ ഓടി ചെന്ന് കയറുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ യാത്രയിൽ ഞാൻ സൊലായി, അതുപോലെ തന്നെ നിസാർ ദേവാലയും ബഷീർ മാഷും. അതെ, ഏകദേശം അൽഹംദുലില്ലാ നമ്മൾ രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്നു. ഹൈദരാബാദ് വഴിയാണ് നമ്മുടെ യാത്ര. ഹൈദരാബാദിൽ ഒരു ജോയിൻറ്റ് ഫ്ലൈറ്റ് അവിടെ നിന്നാണ്. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മുമ്പ് ഇതുപോലെ ഇന്ത്യക്കകത്ത് ഫ്ലൈറ്റ് യാത്ര മുമ്പ് നടത്തിയ പരിചയമുണ്ട്. പക്ഷേ ഇതിൽ ബാക്കി 3 ആളുകൾക്ക് നമ്മൾ ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര ആദ്യമായിട്ടാണ്. അതെ, നിസാർ ഫസ്റ്റ് യാത്രയാണ്, ഫ്ലൈറ്റിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു താല്പര്യം കൂടെയാണ്. കുറച്ച് പൈസ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നിസാർ നമ്മളെ കൂടെ ഓടുന്നത്. എന്തായാലും നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി. നേരെ ഹൈദരാബാദ് നമ്മൾ ഇറങ്ങി. ഹൈദരാബാദിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ദർഭംഗയിലേക്ക്, ബീഹാറിലെ ദർഭംഗ. അതെ, അതിലുള്ളൊരു യാത്രയുടെ ഇടയിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടുന്ന് ട്രെയിനിൽ പോകണത് ഏകദേശം ആ ഒരു സംഭവം തന്നെയായിരുന്നു. അതായത് ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നത്. കാരണം ഇവിടെ നിന്നുള്ള ഭായിമാരാണ് കൂടുതലും, ബീഹാറിലേക്കൊക്കെയുള്ള ഭായിമാരാണ് കൂടുതലും ഈ വണ്ടിയിലുണ്ടായിരുന്നത്. ഏകദേശം ഒരു ട്രെയിനിൽ എങ്ങനെയാണോ അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ രൂപത്തിൽ തന്നെയാണ് അവർ ഫ്ലൈറ്റിലും. ഒരു എക്സിക്യൂട്ടീവ് യാത്ര എന്നുള്ളതിനപ്പുറത്ത് അവർ സാധാ ഒരു ഒച്ചയും ബഹളമൊക്കെ ഇട്ടായിട്ടുള്ള ഒരു യാത്ര. കുറേ സാധനങ്ങളും കീസും കവറും കുറേ ലഗേജും. ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത് ഉച്ച സമയത്ത് 2 മണി. അതെ, പക്ഷെ അതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ ഹൈദരാബാദിൽ ഇറങ്ങിയപ്പം അത് ഹൈദരാബാദ് എയർപോർട്ട് അതിമനോഹരമായിട്ടുള്ള, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ നമുക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം സൊലായിൻ്റെ മുമ്പേ പറയുണ്ടായിരുന്നല്ലോ ഹൈദരാബാദിൻ്റെ ഭംഗിയും അതിൻ്റെ മതിലുകളൊക്കെ പറഞ്ഞു. പക്ഷെ അതാ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ നമുക്കതിൻ്റെ എല്ലാം കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരെ നമ്മൾ ദർഭംഗയിലേക്ക് പോകാനുള്ള അവിടെ നിന്നുള്ള ഫ്ലൈറ്റിലേക്ക് കണക്ഷനിലേക്ക് വേഗം അങ്ങോട്ട് കയറുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അധിക സമയം വെയിറ്റ് ചെയ്യാൻ, എന്നാലും കുറച്ചൊരു ടൈം ലാഗിങ് ഉണ്ടായെങ്കിലും പിന്നെ അവിടെ നിന്നുള്ള യാത്രയ്ക്ക് അൽഹംദുലില്ലാ നല്ല ഇതായിട്ടുണ്ട്. ദർഭംഗയിൽ നമ്മൾ ഇറങ്ങുന്നത് 2:30 മണിക്കാണ്. ഈ ദർഭംഗ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിനി ഇപ്പോൾ ഈ ഹൈദരാബാദിനെ സമാനമായിട്ടുള്ള ഏകദേശം അത്രയൊക്കെ വരുന്ന ഒരു എയർപോർട്ടിനെ കുറിച്ച് ചിന്തിച്ചു. നേരെ പാടത്ത് പോയിട്ട് ഇറങ്ങുന്നത്. അതെ, ശരിക്കും ഒരു കട്ടപ്പാടം അല്ലേ, ഒരു ചെറിയൊരു വയൽ. ആ വയലിനകത്ത് 2-3 ഫ്ലൈറ്റ് നിർത്താനുള്ള ഒരു എയർപോർട്ട്. ഞാനപ്പോൾ വിചാരിച്ചെന്താണോ, ഇതെന്നാ തൽക്കാലം ഇവിടെ എന്തോ പ്രശ്നമായിട്ട് ഞാൻ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാണ്ടെന്നൊക്കെ വിചാരിച്ചു. അപ്പം തന്നെയാണ് ദർഭംഗ. അതെ, ഏകദേശം ഒരു റെയിൽവേ സ്റ്റേഷൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളൊരു ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ
മറ്റു റെയിൽവേ സ്റ്റേഷനിലെ അപേക്ഷിച്ച് ഫറൂഖ് എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ഒരു രൂപത്തിൽ ഒരു ചെറിയൊരു എയർപോർട്ട്. അവിടുന്ന് നേരെ പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് നടന്നാണ് നമ്മൾ പോരുന്നത്. പുറത്തേക്ക് നമ്മൾ നടന്നിറങ്ങി പിന്നെ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അതെ അതെ അതെ. പിന്നെ അതെ, അവിടെ നമ്മളെ ജാമിയ മിഫ്താഹുൽ ഉലൂമിലെ ബനാത്തിൻ്റെ ഖദീജത്തുൽ കുബ്ര ബനാത്തിലെ അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ കാര്യദർശിയായിട്ടുള്ള നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇനി ആരായാലും വേണ്ടില്ല, വിശപ്പുണ്ട്, അത്ര നല്ല വിശപ്പായിരുന്നു. കാരണം രാവിലെ നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാനുള്ള ടൈം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് കുടിച്ചിറങ്ങിയേക്കാണ് അവിടുന്ന് പോണ പോക്കിൽ. അതന്നെ നമുക്ക് ഒരു ഊബർ വണ്ടി കിട്ടി നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്നുണ്ട്, വേണമെങ്കിൽ പെട്ടെന്നൊരു ചായയും കേക്കും കുടിച്ചോ എന്നിട്ടാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് കയറുന്നത്. കുറഞ്ഞ ടൈമിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിന് ഏതായാലും നമുക്ക് ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവാറില്ല. പിന്നെ നമ്മളിവിടെ ഇറങ്ങുന്നു, നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോവാണ്. അത് നമ്മൾ ഏകദേശം 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ഇറക്കുന്ന ഒരു ഹോട്ടലിൽ അവർക്ക് പ്രത്യേകം പറഞ്ഞിരുന്നു അവിടെ തന്നെ ഇറക്കിയാൽ മതി എന്നുള്ളത്. അതൊരു പിന്നെ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡായിട്ടാണ് പിന്നെ അറിയപ്പെടുന്നത്. ഒരു കലത്തിലാണ് വേവിക്കുന്നത്. ആ കലത്തിൽ ഓരോരുത്തർക്കും ഓരോ പാർട്ട് കലത്തിൽ. അത് മട്ടൻ റൊട്ടി നല്ല ടേസ്റ്റ്, അപ്പാര ടേസ്റ്റ്. അത് ബിരിയാണിയൊക്കെ ദമ്മിടുന്നത് പോലെ ഈ കലത്തിൻ്റെ അകത്ത് ഒരു പാർട്ട്, അതായത് 4 കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉള്ള നേരെ ഇതിലേക്ക് ആക്കിയിട്ട് അത് നേരെ കനലിലിട്ട് ചൂടാക്കി അങ്ങനെ തന്നെ നമ്മളെ മുമ്പിൽ കൊണ്ടുവെക്കണ ഒരു നല്ല ഫുഡ്. ആ വിഭവം ഗുജറാത്തി വിഭവമാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ പോവുകയാണ്, നേരെ നമ്മൾ പോകുന്നത് ബേരിയ കമാൽ ജാമിയ മിഫ്താഹുൽ ഉലൂമിലേക്കാണ് പോകുന്നത്, സുപ്പോൾ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് സമയം ഇറങ്ങി അസർസ്കാരത്തിന് ഇറങ്ങുന്നു. കുറച്ച് നേരെ റോഡാണല്ലോ, അവിടെ കുറച്ച് സമയം നമ്മൾ ഇറങ്ങുന്നുണ്ട് അല്ലേ. ലസ്സിൻ തേടി നടക്കുന്നുണ്ട് കുറേ നേരം. ലസ്സി വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലസ്സി നിർബന്ധം പിടിച്ചിട്ട് ലസ്സിക്ക് വേണ്ടി കുറേ നടന്നു. പക്ഷേ ലസ്സി കിട്ടിയില്ല. അവസാന മഗ്‌രിബായ ടൈമാണ് നമുക്ക് ലസ്സി കിട്ടുന്നത്. അഥവാ അസർ നിസ്കരിക്കാനുള്ളൊരു പള്ളി നമ്മൾ ളുഹ്ർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. ളുഹ്ർ അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളി തിരഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡ്രൈവർ പറയുന്നുണ്ട്, ഇനി ഇവിടെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ എവിടെയോ ഒരു പള്ളി ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കും, ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂല. അപ്പോൾ 2 ഭാഗം നമ്മൾ കഴിച്ചിട്ടാണ് പോണത്. അങ്ങനെ നമുക്ക് ചെറിയൊരു പള്ളി കിട്ടി. അവിടെ നിന്ന് നമ്മൾ നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? പിന്നെ ലസ്സി തേടി ഇറങ്ങി. ലസ്സി തേടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ മിഫ്താഹുൽ ഉലൂമിലേക്കാണ്. മിഫ്താഹുൽ ഉലൂമിലെത്തുന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് അവർ വിളിക്കുന്നുണ്ട്, എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. ഏകദേശം രാത്രി മുമ്പേ അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് അവിടെ രാത്രി അവിടെ നിൽക്കുന്നു. രാത്രി അവിടെ നിന്നു. പിറ്റേന്ന് അതിരാവിലെ നമ്മുടെ ഷറഫുദ്ദീൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടുന്ന് ഇനി നമുക്ക് പെട്ടെന്ന് കുറച്ച് പിറ്റേന്ന് നമ്മൾ പോകുന്നത് അന്ന് അവിടെ നിന്നിട്ട് പിറ്റേന്നത്തെ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് നമുക്ക് ഈ സാധനം വാങ്ങണം. അതെ, നമ്മുടെ മദ്രസയിലേക്കുള്ള നമ്മൾ പറഞ്ഞ 100 ബെഞ്ചും ഡെസ്കിനുള്ള പിന്നെ കമ്പി പട്ട മറ്റേ ബാക്കി സാധനങ്ങളൊക്കെ വേണം. അതിനാണ് കാര്യമായിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. അതിനാണ് നമ്മൾ പോകുന്നതല്ലോ. പിന്നെ സാധനം നമ്മൾ അത് ഡയറക്റ്റ് പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ നേരെ പിന്നെ അവിടുത്തെ സ്ഥാപനത്തിന്റെ പ്രതിനിധിയെയും കൂട്ടിയിട്ട് നമ്മുടെ ഷർഫീദ് ഉസ്താദിനെ കൂട്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ നേരെ ഫോർബസ്ഗഞ്ചിലേക്ക്. ഫോർബസ്ഗഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറാറിയ ജില്ലയാണ്. അതായത് നമ്മളുള്ളത് സുപ്പോൾ ജില്ലയാണ്. സുപ്പോൾ തന്നെ 1-2 സ്ഥലങ്ങളിൽ നമ്മൾ ബസ്മതിയ പോലുള്ള 1-2 സ്ഥലങ്ങളിൽ നമ്മൾ പോയി. പക്ഷേ അതിനേക്കാൾ കുറച്ച് ലാഭത്തിൽ ഈ ഫോർബസ്ഗഞ്ചിൽ കിട്ടുമെന്നറിഞ്ഞു. അങ്ങനെ നേരെ നമ്മളവിടെ കമ്പി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അവിടെ പോയി. അവരായിട്ട് കരാർ ഉറപ്പിച്ചു. അവിടുന്ന് സാധനം ലോഡ് ചെയ്തു. അതിൻ്റെ മുകളിലടിക്കാനുള്ള മരത്തിൻ്റെ പലക കിട്ടുന്നത് കുറച്ചുകൂടെ ലാഭം കിട്ടുന്നത് ബസ്മതിയിലാണെന്ന് അറിഞ്ഞു. നമ്മൾ നേരെ അവിടുന്ന് ബസ്മതിയിലേക്ക് തിരിച്ചു വന്നു. അവിടുന്ന് ലോഡ് ചെയ്തിട്ട് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? ഏകദേശം ശരിക്കും നമുക്ക് 60 കിലോമീറ്റർ, 60-70 കിലോമീറ്റർ ഏകദേശം ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്ന വൈകുന്നേരമായിട്ടുണ്ട്. കാരണം നമ്മൾ രാത്രി വണ്ടി പോരുമ്പോൾ നമ്മൾ ലോഡിറക്കിയ വണ്ടി മുന്നോട്ട് ഇരുട്ടത്ത് പോകുന്ന കാര്യം മുമ്പിലുണ്ട് വണ്ടി ഉണ്ടായിരുന്നു. അത് നമുക്ക് ബസ്മതിയിൽ വന്നിട്ട് 2ാമത്തെ ലോഡും കൂടെ അതിൽ കയറ്റിയിട്ടാണ് അവർ പോണത്. അവിടുന്ന് കമ്പിയും പട്ടയും കയറി അവിടുന്ന് നമ്മൾ ഈ മരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കയറി നേരെ മദ്രസയിൽ കൊണ്ട് ഇറക്കാണ് അവർ. ഇറക്കി പിന്നെ നമ്മൾ അത് ഇറക്കാൻ വേണ്ടിയിട്ട് വിട്ടു. നമ്മൾ നേരെ പോകുന്നത് ഈ നമ്മൾ കരാറുകാരൻ്റെ അടുത്തേക്കാണ്, ആശാരിയുടെ അടുത്തേക്ക്. അദ്ദേഹം ഒരു അമുസ്ലിം സുഹൃത്താണ്. പിന്നെ മുസ്ലിങ്ങൾ അവിടെ ആശാരിപ്പണി ചെയ്യുന്നില്ല. അത് വളരെ ഒരു മറ്റൊരു കുഗ്രാമത്തിൽ. അതെ, വളരെ ആദിവാസി കോളനി എന്നൊക്കെ പറയുന്ന പോലെ അതേപോലത്തെ ഒരു കോളനിയിലാണ്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്ക്, അത്യാവശ്യം നല്ല വർക്കാണെന്ന് അറിഞ്ഞു. അവൻ്റെ അടുത്ത് പോയിട്ട് കരാറും കാര്യമൊക്കെ ചെയ്ത് നമ്മൾ നേരെ അവിടെ സാധനങ്ങൾ രാത്രിക്കാണ് നമ്മളവിടെ ഇറക്കുന്നത് അല്ലേ. നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് നാളെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ ദിവസം നമുക്ക് പൂർണിയയിൽ കല്യാണമുണ്ട്. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ പണി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവനോട് കരാർ ഉറപ്പിച്ചിട്ട് പോകുന്നത്. അവൻ എന്ത് ചെയ്തു, ആ കരാറിൽ നിന്നു. അവൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. ഏത് പിന്നെ കമ്പിയും പട്ടയും ഈ അവൻ്റെ ബ്ലേഡ് അടക്കം കട്ട് ചെയ്യാൻ ബ്ലേഡ് അടക്കം നമ്മൾ
വാങ്ങിക്കൊടുത്ത് കയറി. അവന് മെഷീനും കൊണ്ട് മാത്രം വന്നാൽ മതി. അത്ര ഇതിലാണ് നമ്മൾ ചെയ്തത്. നമ്മളതിൻ്റെ കണക്കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ലാഭം അതാണ് മനസ്സിലാക്കിയിട്ടാണ് ഇവനൊരു ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കി എത്ര കൂലി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അവൻ ചെയ്തത്. അവിടെ നിങ്ങളിങ്ങനെ പിന്നെ കണക്കും കാര്യങ്ങളും പിന്നെ അവിടെ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു വളരെ ദരിദ്രമായിട്ടുള്ളൊരു ഫാമിലി ആണല്ലോ. അപ്പോൾ അവർ അകത്ത് പിന്നെ ഈ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പുറത്താണുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ആലുണ്ട്. അപ്പോൾ ആലിൻ്റെ ഉള്ളിൽ ഒരു പശു 2 കുട്ടികളും 2-3 പശുവുണ്ട്. പശുവിൻ്റെ സൈഡിൽ തന്നെ ബെഡും ഉണ്ട്, ഫാനും ഉണ്ട്. അപ്പോൾ പശു ഇപ്പോൾ ബെഡിൽ കിടന്നുറങ്ങുന്ന ഞാനൊരു കൺഫ്യൂഷനില്ല. അപ്പോൾ അതിൻ്റെ അടുത്തൊരു വൃദ്ധനായ ഒരാളുണ്ട്. അപ്പോൾ അയാളോട് ചോദിച്ചു ഇത്. അപ്പോൾ അയാൾ കിടക്കൽ ഈ പശുവിൻ്റെ അടുത്ത് ഈ ബെഡിലാണ്. അപ്പോൾ പിന്നെ ആലയിൽ തന്നെയാണ് അയാൾ പശുവിനും ഫാൻ ഉണ്ട്, ഇനി അയക്കും ഫാൻ, രണ്ടും അവിടെ ഫാൻ സൗകര്യങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊതുക് കടി കൊണ്ട് ഇവിടെ കിടക്കുന്ന ചോദിക്കുമ്പോൾ അപ്പോൾ അയാൾ അവിടെ തന്നെ കിടക്കല് പശുവിന് സംരക്ഷണമായിട്ട് ആരെങ്കിലും കൊണ്ടുപോവോ അങ്ങനെയൊക്കെയുള്ള. അതിൽ 2 കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു പിന്നെ മുസ്ലിം ഗല്ലി അല്ല. അപ്പോൾ അവർ പശുവിനെ അത്രത്തോളം ഇതാക്കുന്ന സ്ഥലമാണ്, ബഹുമാനിക്കുന്ന, അങ്ങനെ ഒരു ആദരിക്കുന്ന ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് അതിന് കാവല്. പിന്നെ പുള്ളിക്ക് വേറെ പണിയില്ല. അപ്പോൾ ആ ഒരു പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ ഏൽപ്പിച്ചു. നേരെ നമ്മൾ മദ്രസയിലേക്ക് മടങ്ങിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. രാത്രി കഴിഞ്ഞ് നമ്മൾ നേരെ മദ്രസയിലേക്ക് ഷറഫുദ്ദീൻ വീട്ടിലേക്ക്. അവിടെ നമുക്കുള്ള ഫുഡും കാര്യമൊക്കെ അവർ റെഡിയാക്കി. പക്ഷെ അന്ന് രാത്രി അവിടെ നമ്മൾ ആ റൂമിൽ എല്ലാവരും പാടെ ഒന്നിച്ച് കിടക്കുന്നു, കൊണ്ടുവരണു. പണി പൂർത്തിയാകാത്ത വീട്. പണി പൂർത്തിയാകാത്തൊരു വീട്ടിൽ പഴയ പോക്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുള്ളി ആ ഒരു വാശിക്കാണ് എൻ്റെ വീട്ടിൽ എന്തായാലും വരണം എന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിക്കുന്നു. അവിടുന്ന് രാത്രിക്കകത്ത് ഫുഡൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ ഗ്രാമത്തിലൂടെ അങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. ആളുകളൊക്കെ നമ്മളെ ഒരു ആശ്ചര്യത്തോടെ നോക്കുകയും അവിടെ നെല്ലാണ് കൂടുതൽ. ആ നെല്ല് സംഭരിക്കുന്ന അതിൻ്റെ ഒരു മില്ലും അത് സംസ്കരിക്കുന്ന ഒരു മില്ലും അത് സംഭരിക്കുന്ന വലിയൊരു പിന്നെ ഭണ്ഡാര കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തന്നു. പിന്നെ അവിടെ നിന്നാണ് പുറത്തേക്ക് കയറ്റിയേക്കാറുള്ളത് എന്ന് ഷറഫ് നമുക്ക് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പ് ഒരു അംഗൻവാടിയോ അങ്ങനെ എന്തൊക്കെ സ്ഥാപനം കാര്യമുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളും കാര്യങ്ങളായിട്ടുള്ള ആളുകളാണ് കൂടുതൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഭാര്യ വീട് അടുത്താണ്. അവിടെ നമ്മൾ അവരെ പോയി കാണുന്നു. അവിടുത്തെ ഗ്രാമപ്രദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ നേരെ പിറ്റേന്ന് നമുക്ക് നമ്മളെ പൂർണിയയിലെ നമ്മളെ റഹ്മത്തിൻ്റെ കല്യാണത്തിന് പോകണം. അതിൻ്റെ ഒരുക്കപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ എങ്ങനെ പോകും, എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും മദ്രസയിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നു. അവിടെ നിന്ന് പോകാനുള്ള കാര്യം ഈ മിഫ്താഹുൽ ഉലൂമിലേക്ക് നമ്മളവിടെ ചെന്നതിന് ശേഷം മദീനയായിട്ട് സംസാരിക്കുന്നു കാര്യങ്ങളൊക്കെ. അന്ന് മദീന അവിടെ ഇല്ല, പുള്ളി പുറത്താണ്. അപ്പോൾ തന്നെ പോയിട്ടുണ്ട്. അവൾ ഒരു ഗൾഫിലേക്ക് കളക്ഷനുമായിട്ട് പോയിട്ടുണ്ട്. അന്ന് നമ്മൾ വേറൊരു കാര്യം ചെയ്തു. അവിടെ നമ്മൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഫുഡ്, അതായത് ജാമിയ മിഫ്താഹുൽ ക്യാമ്പസിലെ കുട്ടികൾക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവൊക്കെ നടത്തി. അതെ. അപ്പോൾ അവിടുന്ന് ഒരു മൃഗത്തെ വാങ്ങി അവരുടെ മുമ്പ് തന്നെ അറുത്ത് അവർക്കുള്ള ഫുഡും കാര്യമൊക്കെ നമ്മൾ ചെയ്തു. വലിയ പിന്നെ അവിടുത്തെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടങ്ങളൊക്കെ വലിയ കെട്ടിടങ്ങളായിരുന്നു. ആ കിച്ചണുകൾ ശ്രദ്ധിച്ചില്ലേ? അതെ. കിച്ചണും അനുബന്ധ അവരുടെ ഡൈനിങ് ഹാളും ഒക്കെ ഭയങ്കര സെറ്റപ്പ്. അതായത് അന്ന് നമ്മൾ പോണതിൻ്റെ മുന്നേ നമ്മൾ കല്യാണത്തിന് പോണതിൻ്റെ മുമ്പായിട്ട് കുറഞ്ഞൊരു വണ്ടി വരാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ള സമയത്താണ്. അപ്പം നിങ്ങളും അതുപോലെ നസറും അതുപോലെ നിസാറും പാടെ പുറത്തിറങ്ങി പോയിരുന്നു. ആ സമയത്ത് ഞാനും ബഷീർ മാഷ അവിടെ ഉള്ളത്. അന്ന് രാവിലത്തെ ഫുഡ് അവർ കഴിക്കുന്നത് ഇന്നിപ്പോൾ ഒരു പൊരി അതാണ്. അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അതിക്കൊരു കടലക്കറി ഉണ്ടാവും. അതാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതൊക്കെ. ഞങ്ങൾ ശരിക്കും അതിന്റെ ഒരു പ്രിപ്പറേഷനും അതുപോലെ തന്നെ അത് വിളമ്പി കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിക്കും അവിടെ കണ്ടിരുന്നത്. പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്കോ ഒന്നും ചിലപ്പോൾ അത് മനസ്സിൽ കൊണ്ടുവരാൻ അങ്ങനെ ഇമേജ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇതുണ്ട്. കാരണം നമ്മൾ ചോളാപ്പൊരി അതുപോലെ തന്നെ അരിപ്പൊരി അവരുടെ നേരത്തെ ഫുഡാണ്. അതിലേക്ക് അന്ന് ഉച്ചക്കുള്ള ഫുഡിനല്ലേ നമ്മൾ ഓർഡർ ചെയ്തത് അല്ലേ? അപ്പോഴേക്കും നമ്മൾ പോയി അല്ലേ? ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ കഴിഞ്ഞാൽ അതിന്റെ ഒരു തുടക്കമൊക്കെ ആക്കിയിട്ട് നമ്മൾ പോയി. അതെ. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് വണ്ടി ഏൽപ്പിച്ചു. അതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ പോകും എന്നുള്ളത് നമുക്കൊരു ധാരണ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ട്രെയിനിന് പോവുകയാണെങ്കിൽ നമ്മൾ പൂർണിയയിൽ ഇറങ്ങിയിട്ട് പൂർണിയയിൽ നിന്ന് എങ്ങനെയാണ് റഹ്മത്തിൻ്റെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയൊരു ആശങ്കയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇവിടുന്ന് വണ്ടി അവർ അങ്ങോട്ടും ചർച്ച ചെയ്ത് വണ്ടി ഏർപ്പാടാക്കി നമ്മൾ നേരെ പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യണത്. അങ്ങനെയാണ് കല്യാണത്തിന് പോകണം. അപ്പോൾ ആ കല്യാണത്തിന് നമുക്ക് വണ്ടിക്കാരൻ ഡ്രൈവർ നമുക്ക് സെപ്പറേറ്റ് അവിടെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ നമ്മളെ കൂടെ ഉണ്ടാവും. ആ രൂപത്തിലായി പോയി. ആ ഒരു അഗ്രിമെന്റിലാണ്. ഏകദേശം നമ്മൾ പൂർണിയെന്ന് രാംഘട്ടിലേക്കുള്ള ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും? സുപ്പോളിൽ നിന്ന് നമ്മളിവിടെ രാംഘാട്ട്, അതായത് പൂർണിയ വരെ
160 കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് അല്ലേ? 160 കിലോമീറ്റർ. നമ്മൾ എത്തുമ്പോൾ 10, 11, 12 മണിയൊക്കെ ആയിട്ടുണ്ട് അല്ലേ? അതിൻ്റെ മുമ്പേ നമ്മൾ എത്തിയിട്ടുണ്ട്. അതിന്റെ മുന്നേ 11:30 ആകുമ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നിസ്കരിക്കാനൊക്കെ പോകുന്നത് അവിടെ. ആദ്യമായിട്ടാണ് ബീഹാറിലെ ഒരു കല്യാണത്തിന്റെ എൻവയോൺമെന്റിലുള്ള ഒരു വീടും അതിന്റെ ചുറ്റും പഴയ നമ്മുടെ റഹ്മത്തുൽ ഉസ്താദിന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു നമ്മളെ നാട്ടിലെ ചിലപ്പോൾ നമ്മളെ നാട്ടിലെക്കാട്ടിലും നമ്മുടെ നാട്ടിൽ പൊതുവെ ഓഡിറ്റോറിയം മോഡലായതുകൊണ്ട് കല്യാണത്തിന്റെ ആ ഒരു വൈബ് ചിലപ്പം പണ്ടത്തെ ഒരു കിട്ടില്ല. പണ്ടത്തെ ആ പന്തലൊക്കെ ഇട്ടിട്ട് വളരെ കളർ സാരിയൊക്കെ ചുറ്റി കുറെ ആളുകൾ വട്ടത്തിലിരിക്കുന്നു. ചെല്ലുന്നവർക്ക് നമ്മൾക്ക് കയറിന്റെ ബെഡൊക്കെ വെട്ടിട്ട് പിന്നെ പ്രത്യേക വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നത്. പിന്നെ അന്ന് അവിടെ എത്താൻ നമ്മൾ ചെറുതായിട്ടൊന്ന് കറങ്ങി. പൂർണ്ണയിലെത്തിയിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ രാംഘാട്ടിലേക്കുള്ള പഴയ ആദ്യത്തെ കുറച്ച് പ്രയാസപ്പെട്ട് കറങ്ങി തിരിഞ്ഞ് ഒരുപാട് വയലിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ അതിൽ ഏറ്റവും രസകരമായ വേറൊന്ന് വെച്ചാൽ കുറച്ച് സമയമുണ്ട് ഇനി പുതിയ പുറപ്പെടാൻ കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വഴിയിൽ നിന്ന് ഒരാളെ നമ്മൾ കാണുന്നത്. അതെൻ്റെ നാട്ടിൽ കുറേ മുമ്പ് പള്ളിയിൽ ഇമാമായിട്ട് ഇരുന്നവർ തന്നെ കാണുന്നു. അത് ഒരു സർപ്രൈസ് ആയിട്ട് കണ്ടു. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടന്ന് നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നത്, അവിടുത്തെ പിന്നെ തഹ്ഫീദുൽ ഖുർആന്റെ സ്ഥാപനത്തിലേക്ക്. അതിനു മുമ്പ് നമ്മള് കടല കൃഷിയുടെ നിലക്കടലല്ലേ അത് പറിച്ചെടുക്കുന്ന സമയമാണ് അപ്പോൾ. അപ്പോൾ അത് സംസ്കരിക്കുക, കുട്ടികളെല്ലാവരും കൂടി ഇരുന്നിട്ട് സ്കൂളിലൊന്നും പോവാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നു. അതിലൂടെ ഫുള്ള് ഗ്രാമമാണ്. നമ്മൾ ആ ഒരു യാത്രയിൽ നല്ല വെയിലും ഉണ്ടായിരുന്നു. നല്ല വെയിലുണ്ട്, എന്നാലും അതെ നല്ല വെയിലാണ്. അതോടൊപ്പം ഈ ഗ്രാമത്തിലൂടെ നമ്മൾ നടന്നു പോകുന്നു. പിന്നെ നമ്മളിങ്ങനെ പോണ കണ്ടിട്ട് തന്നെ അപ്പുറത്തുള്ള ആൾക്കാർ എവിടുക്കാന്ന് ചോദിക്കുന്നുണ്ട്, കൗതുകത്തിൽ നോക്കുന്നുണ്ട്. നമ്മുടെ രൂപം ഭാവമൊക്കെ കണ്ടിട്ട് അവിടത്തെ ഉള്ള ആളല്ല എന്ന് അവർക്ക് അറിയാലോ. ഒന്നാമത് നമ്മുടെ കയ്യിൽ, നമ്മുടെ നിസാറിന്റെ കയ്യിൽ നല്ല ക്യാമറ ഉണ്ട്. ഈ ക്യാമറയിലേക്ക് കുട്ടികൾ കൗതുകത്തോട് നോക്കുന്നത്, എന്നെ ഫോട്ടോ എടുക്കുന്നു പറയുന്നത്. വലിയ ആളുകളെ ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട് ടിവിയുടെ ചാനലിന്റെ ആളുകളാണ്. അതെ അന്ന് ഒരു ഇലക്ഷന്റെ ഒരു ടൈം കൂടി, അതായത് മുന്നോടിയുള്ള രാഹുൽ ഗാന്ധി അവിടെ വന്ന് പോയതിന്റെ പിറ്റേ ദിവസങ്ങളിലാണ് ജോഡോ യാത്രയോ അതോ നീ അവിടുത്തെ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട യാത്ര ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ യാത്ര കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് നമ്മൾ അവിടെ എത്തുന്നത്. പിന്നെ നമ്മൾ പോയിട്ട് ആ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ, സലൈക്ക് മുമ്പേ പരിചയമുള്ള ഒരുപാട് സഹായം ചെയ്തു കൊടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായൊരു സംഭവം ഉണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൗതുക സർപ്രൈസ് ഉണ്ടായെന്ന് വെച്ചാൽ, അവിടുന്ന് നമ്മുടെ റമദാൻ ഭായിയെ നമ്മൾ ഹാഫിസ് റംസാൻ ജാമിയ നദവിയിലെ ഒരുപാട് കാലത്തെ 40-40 വർഷം അധ്യാപകൻ, നമ്മുടെ എൻ്റെ കൂടി അധ്യാപകൻ എന്ന് പറയാം തന്നെ, അദ്ദേഹത്തെ അവിടെ നിന്ന് കാണുന്ന അത്ഭുതം ഭയങ്കര ഒരു ആ സ്ഥാപനവും റംസാൻ ഭായിയായിട്ട് ഒരു വേറൊരു ബന്ധമുണ്ട്. ഈ റംസാൻ ഭായിയുടെ ഭാര്യാപിതാവ് അമ്മോശൻ, പുള്ളിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ആജീവനാന്ത സെക്രട്ടറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അയാളാണ് സെക്രട്ടറി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് 2 ആൺമക്കളും ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു സുഹൈലിനെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പരിചയമുള്ള ആളാണ്. അപ്പോൾ പിന്നെ അവർ 2 പേരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഭായി ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്നൊരു സർപ്രൈസാണ് അവർക്ക്. കാരണം നമ്മൾ മുമ്പേ അറിയിക്കാതെയാണ് ചെല്ലുന്നത്. അപ്പോൾ അവരാകെ നമ്മളവിടെ ചെന്നാൽ അതിൻ്റെ മുമ്പേ പോയതുകൊണ്ട് അവിടുത്തെ ഉസ്താദ്മാർക്കൊക്കെ നമ്മൾ അറിയുകയും ചെയ്യാം. പക്ഷെ പെട്ടെന്ന് നമ്മൾ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട്, കുട്ടികളും ഉസ്താദുമാരും ആകെ എത്ര കുട്ടികളില്ല, ഒരുപാട് കുട്ടികളും ഉണ്ട് എല്ലാവരും. പിന്നെ അവർക്ക് നമ്മളെ സൽക്കരിക്കാനുള്ള ഒരു ധൃതിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് കല്യാണത്തിന് പോകണം, സമയമില്ല. എന്നാലും ഉള്ളതിൽ വെള്ളവും പറ്റും ഇതൊക്കെ തന്നെ ലോറിസ്കാർ അവിടെ നിസ്കരിച്ചിട്ടാണ് നമ്മളെ വണ്ടിയിൽ. പിന്നെ ഇങ്ങോട്ട് നടന്നു പോകുന്ന നമ്മൾ പിന്നെ അങ്ങോട്ട് വണ്ടിയിലാക്കി തന്നു. അപ്പോഴേക്കും കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. റഹ്മത്തിന്റെ വീട്ടിൽ. അപ്പൊ അവിടുന്ന് ആ റഹ്മത്തിന് നമ്മളെ കാണുന്ന രൂപമുണ്ടല്ലോ, കല്യാണം പുതുമാരൻ ഇറങ്ങിയ ഒരു കാഴ്ച വലിയ സംഭവമാണ്. നമ്മൾ പഴയ കാലത്ത്, എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന കല്യാണങ്ങളിൽ നോട്ടുമാല സംസ്കാരം ഉണ്ടായിരുന്നു. അന്ന പോലെ വരുന്നവരൊക്കെ നോട്ടുമാല ഇട്ട് അവനെ സ്വീകരിച്ച് കയ്യിലൊക്കെ മഞ്ഞ തേച്ച്, മഞ്ഞളൊക്കെ തേച്ച്, മഞ്ഞൾ തേക്കാന്ന് പറഞ്ഞാല് മഞ്ഞളിൽ കുളിച്ചൊക്കെയാണ്. മഞ്ഞൾ ശരിക്കും അവനെ കുളിപ്പിച്ച്, മഞ്ഞൾ കല്യാണം അതാണ് ശരിക്കും. അവിടെ ഈ ഹൽദി കല്യാണം അവിടെ നിന്നാണ് നമ്മളെ നാട്ടിലേക്ക് എന്ത് ചെയ്യണത്, ഇപ്പം നമ്മളെ മഞ്ഞ കല്യാണവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവന് ശരിക്കും മഞ്ഞ കളറായിട്ടുണ്ട്, മുഖമൊക്കെ മഞ്ഞ കളർ. പിന്നെ ഒരു തൊപ്പിയും കാര്യമൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും, കുടുംബത്തിലുള്ള എല്ലാവരെയും ഒപ്പം നിർത്തി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ അവൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് അവിടുത്തുകാർക്ക് ഭയങ്കരമായൊരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനെ ഉണ്ടല്ലോ. പുറത്തുനിന്ന് കല്യാണത്തിന് നമ്മൾ വന്നത്, കേരളത്തിൽ നിന്ന് റഹ്മത്തുള്ളാന്റെ കല്യാണത്തിന് ആള് വന്നിട്ടുണ്ട് എന്നുള്ള ഭയങ്കര, അവരെ കുടുംബക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്ചര്യത്തിലാണ്.
നമ്മൾ ഈ നമ്മളെ നാട്ടിലൊക്കെ പണ്ട് ഇടവണ്ണ ജാമ്യയിലൊക്കെ പഠിക്കുമ്പോൾ ഈ അറബികൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അങ്ങനെയുണ്ട്. ആ ഒരു കാഴ്ചയിലാണ് ഇവർ നമ്മൾ കാണുന്നത്. കാരണം കല്യാണത്തിന് അവിടെ നിന്ന് ഇത്രയും ദൂരം ആൾ വന്ന് ആ രൂപത്തിൽ നമ്മൾ കാണുന്നു. നമ്മൾ അവർ കുടുംബക്കാരൊക്കെ നമ്മൾ വട്ടം കൂടുന്നു, സംസാരിക്കുന്നു. നമ്മളെന്തായാലും അവിടെ നിന്ന് പുതിയപ്പളുടെ കൂടെ നമ്മൾ പോവുകയാണ്, പെണ്ണിന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അതെ, എനിക്ക് തോന്നുന്നത് യാത്രയ്ക്ക് ശേഷമുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാൻ തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായിരുന്നാലും ഇത് വളരെ മനോഹരമായൊരു യാത്രയും യാത്രയിലെ അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയുള്ള ദൃശ്യത്തിൻ്റെ ഈ ആദ്യ എപ്പിസോഡ് ഇവിടെ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി കല്യാണ വിശേഷങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാൻ തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.